പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്നത് കൊശമറ്റം ഫൈനാൻസ് ആണ് എന്ന വെളിപ്പെടുത്തൽ. ഇതിനകത്ത് തെളിവുണ്ടോ? ഇസ്മയിൽ എന്ന് പറയുന്ന ആള് മുഖാന്തരം പോപ്പുലർ ഫ്രണ്ടിന്റെ അയാളുടെ പേരിൽ ഇട്ട് ഡിപ്പോസിറ്റ് ഉണ്ട്. അതിന് മറ്റേ കള്ളപ്പണത്തിനുള്ള പൈസ ഇൻട്രസ്റ്റ് കള്ളപ്പണമായിട്ട്, അതായത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാം രേഖകൾ നമ്മുടെ ഉണ്ട്. അപ്പൊ കൊശമറ്റമാണ് കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ മൊത്തം പോപ്പുലർ ഫ്രണ്ടിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതല്ലേ? ഉറപ്പായിട്ടും. കൊശമറ്റം ഫൈനാൻസ് എന്ന് പറയുന്നത് തട്ടിപ്പ് മാത്രമല്ല, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലും പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുമായി കൊശമറ്റം ഫൈനാൻസിന് വ്യക്തമായ ബന്ധങ്ങൾ എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മയിൽ എന്ന് പറയുന്ന കോഴിക്കോടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു നേതാവ് കൊശമറ്റം ഫൈനാൻസിൽ മാത്യു കെ ചെറിയാനുമായുള്ള ബന്ധത്തെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കാലങ്ങളായിട്ട് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്നത് കൊശമറ്റം ഫൈനാൻസ് ആണ് എന്ന വെളിപ്പെടുത്തൽ. റനീഷ് എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു രാഷ്ട്രീയ നേതാവാണ് വ്യക്തമായ തെളിവുകളടക്കം ഇത് തെളിയിക്കാൻ തയ്യാറാണെന്നും വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്നും അവകാശപ്പെട്ടുകൊണ്ട് വ്യൂ പോയിന്റിനോട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായ ആളുടെ പേരടക്കം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. പ്രീതി എന്ന് പറയുന്ന പഴയ മാനേജർ ആയിരുന്ന വ്യക്തി, കൊശമറ്റം ഫൈനാൻസിന്റെ മാനേജർ ആയിരുന്ന പ്രീതി എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണ് കൃത്യമായിട്ട് ഈ വിവരങ്ങളെല്ലാം റനീഷ് എന്ന് പറയുന്ന യുവാവിന് കൈമാറിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് വ്യൂ പോയിന്റിനോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വിവരങ്ങളിൽ മറ്റു സുപ്രധാനമായ മറ്റൊരു വിഷയം, കൊശമറ്റം ഫൈനാൻസ് കാലങ്ങളായി ഗവൺമെന്റിനെയും നാഷണലൈസ്ഡ് ബാങ്കുകളെയും ഒക്കെ പറ്റിക്കുന്ന മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു പറഞ്ഞിരിക്കുകയാണ്. അതായത് പല ബ്രാഞ്ചുകളിലും പണയത്തിലിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത്, അതായത് ഉയർന്ന ബാങ്കുകളെ വരുത്തി തീർത്തിരിക്കുന്നത് മുക്കുവണ്ടങ്ങളാണ്. ഈ പറയുന്ന പ്രീതി എന്ന് പറയുന്ന മാനേജർ ആയിരുന്ന വ്യക്തി, അതുപോലെ തന്നെ നേരത്തെ ഇരുന്ന സുജിഷ എന്ന് പറയുന്ന ഒരു മാനേജർ, ഇവരൊക്കെയാണ് ഈ മുക്കുവണ്ടം പാക്ക് ചെയ്തിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിച്ചത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ നേതാവ് വ്യൂ പോയിന്റിനോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു മിനിറ്റ്, പോപ്പുലർ ഫണ്ടിന്റെ ഫണ്ട് കൊശമറ്റം ഫൈനാൻസ് മാറ്റി കൊടുക്കുന്നുണ്ടോ? ഉറപ്പാണോ? മണി ലോണ്ടറിംഗ് നടത്തുന്നത് പോപ്പുലർ ഫണ്ടിന്റെ ഫണ്ടാണോ? നിങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് തെളിവുണ്ടോ? ഇസ്മയിൽ എന്ന് പറയുന്ന ആള് മുഖാന്തരം പോപ്പുലർ ഫ്രണ്ടിന്റെ അയാളുടെ പേരിൽ ഇട്ട് ഡിപ്പോസിറ്റ് ഉണ്ട്. അതിന് മറ്റേ കള്ളപ്പണത്തിനുള്ള പൈസ ഇൻട്രസ്റ്റ് കള്ളപ്പണമായിട്ട്, അതായത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാം രേഖകൾ നമ്മുടെ ഉണ്ട്. അപ്പൊ കൊശമറ്റമാണ് കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ മൊത്തം പോപ്പുലർ ഫ്രണ്ടിന്റെ ഫൈനാൻസ് മാനേജ് ചെയ്യുന്നതല്ലേ? ഉറപ്പായിട്ടും. ഇയാള് ഫണ്ട് കൊണ്ടുവരും, അവിടെ കൊണ്ട് കൊടുക്കും. അപ്പം ഒരിക്കൽ അങ്ങാണ്ട് പ്രീതി ഇയാളോട് ചോദിച്ചു, മാത്യു അവിടത്തെ ചോദിച്ചു, സാറേ ഈ ഇസ്മയിൽ എന്ന് പറഞ്ഞ ആളാരാ, ഇങ്ങനെ ഇത്ര വലിയ പൈസ കൊണ്ട് തരുന്ന ആളാരാന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവാണ്, തീവ്രവാദിയാ. ഒരു കൂസലും ഇല്ലാതെ ഇയാൾ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ചോദിച്ചപ്പോഴും ഇതേ മട്ടില്ല ഇയാൾ എന്നോട് മറുപടി പറഞ്ഞേ. ഇയാൾ പറഞ്ഞ റനീഷ, അത് ഞാനല്ലെങ്കിൽ വേറൊരു NBFC അത് ചെയ്തു കൊടുക്കും. അത് നിങ്ങൾക്കറിയാലോ. അപ്പൊ ഞാനും ഈ ഫിനാൻഷ്യൽ രംഗത്തൊക്കെ ഉള്ള ഒരാളാ, പുള്ളിക്ക് അതറിയാം. പുള്ളി പറഞ്ഞു, റനീഷ ഈ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇസ്മയിലിന്റെ സ്ഥലം കോഴിക്കോടാണ്. കോഴിക്കോട് ഏതൊരു ഫ്ലാറ്റ്, അങ്ങനെ കറക്റ്റ് അഡ്രസ് കാരപ്പറമ്പ് ഏരിയാന്ന് എനിക്ക് തോന്നുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് ഇവന്മാരാണ് മാറിക്കൊടുക്കുന്നതെന്ന്, കൊശമറ്റംകാരാ മാറിക്കൊടുക്കുന്നതെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഉറപ്പല്ലേ? ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കൊശമറ്റം ഫൈനാൻസിന്റെ MD മാത്യു കെ ചെറിയാൻ തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേർന്ന് ഈ പണം വെളുപ്പിക്കലിലൂടെ ഈ നാടിനെ തന്നെയാണ് വഞ്ചിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെയാണ് ഇവിടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, മാത്യു കെ ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൊശമറ്റം ഫൈനാൻസ് വഴി മാറ്റിക്കൊടുക്കുമ്പോഴും അദ്ദേഹത്തോട് റനീഷ് എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ വഴി നമ്മൾ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ, കൊശമറ്റം ഫൈനാൻസ് മാറ്റി കൊടുത്തില്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകൾ, ഏതെങ്കിലും ഇത്തരം ഫ്രാഞ്ചൈസികൾ, ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങൾ അത് മാറ്റി കൊടുക്കുമെന്ന മറുപടിയാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ വേണമെങ്കിൽ, നമുക്ക് ബിസിനസ് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്തായാലും ഈ രാഷ്ട്രീയ നേതാവ് അത്രയധികം നമ്മൾ വ്യക്തമായി എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ തെളിയിക്കാൻ പോകുന്ന തെളിവുകളുണ്ടോ, കൃത്യമായ പ്രൂഫുകളുണ്ടോ എന്നുള്ളത്. കൃത്യമായിട്ട് അദ്ദേഹം ഈ വിഷയം തെളിയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റനീഷ് എന്ന് പറയുന്ന ആളത് തെളിയിക്കട്ടെ. കൊശമറ്റം ഫൈനാൻസ് എന്ന് പറയുന്നത് തട്ടിപ്പ് മാത്രമല്ല, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിലും പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങൾ
തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്കും പൊതുജനത്തിന് മുന്നിലേക്കും പറയുകയാണ്, തീവ്രവാദ ബന്ധം കൊശമറ്റം ഫൈനാൻസിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാളെ പിടിച്ച് അകത്തിടണം. മുഴുവൻ ബ്രാഞ്ചുകളും കൊശമറ്റം ഫൈനാൻസിൻ്റെ അടച്ചുപൂട്ടേണ്ടതുണ്ട്. പുറത്തു വരാത്ത രീതിയിൽ ഈ രാജ്യദ്രോഹിയെ, പോപ്പുലർ ഫ്രണ്ട് പോലത്തെ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി പണം വെളുപ്പിച്ചു കൊടുത്ത് ഈ രാജ്യദ്രോഹിയായ മാത്യു കെ ചെറിയാനെ പിടിച്ച് അകത്തിടുകയും ചെയ്യണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അതിവേഗം കൊശമറ്റം ഫൈനാൻസിൻ്റെ എല്ലാ ബ്രാഞ്ചുകളും അടച്ചുപൂട്ടിക്കൊണ്ട് കൃത്യമായി അക്കൗണ്ട് കാര്യങ്ങൾ വിലയിരുത്തി പരിശോധിച്ച് കുറ്റക്കാരനായ മാത്യു കെ ചെറിയാനെയും അതേപോലെ തന്നെ ഇതിന് കൂട്ടുനിന്ന ആളുകൾ ആരൊക്കെയാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതുപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവർക്ക് കിട്ടണമെന്നും മുഴുവൻ പണവും അവരുടെയൊക്കെ കണ്ടുകെട്ടണമെന്നും. കാരണം തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി പണം വെളുപ്പിച്ചതിൻ്റെ പേരിൽ ഉണ്ടാക്കിയ പണമൊന്നും ഒരിക്കലും പൊതുസമൂഹത്തിൽ ഇവരനുഭവിച്ച് നമ്മളുടെ മുന്നിലൂടെ കുന്തിളിക്കാൻ പാടില്ല. കാരണം ഒരുപാട് പേരുടെ രക്തവും ജീവിതവും ഒക്കെ നശിപ്പിച്ചവരാണ് ഈ തീവ്രവാദികൾ. രാജ്യത്തിൻ്റെ സുരക്ഷ അത് അത്രയും പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ്. വളരെ വൈകാരികമായി തന്നെ പറയുകയാണ്, മാത്യു കെ ചെറിയാനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, കൃത്യമായിട്ട് ഇതിൽ അന്വേഷണം നടത്തുക, ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള റനീഷ് എന്ന് പറയുന്ന യുവാവിനെ ഉടനെ ചോദ്യം ചെയ്ത് കൃത്യമായ തെളിവുകൾ പിടിച്ചടക്കുക, എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് തന്നെ പറയുവാനുള്ളത്. ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ NIA ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് നമ്മൾ ഈ വാർത്തയുടെ ഒരു ക്ലിപ്പും അതേപോലെ തന്നെ ഇതിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് റനീഷ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വെളിപ്പെടുത്തലും കൃത്യമായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. കാരണം തീർച്ചയായിട്ടും ഇത് പുറത്തു വരേണ്ട വിഷയമാണ്. ഈ കള്ളപ്പണ ഇടപാടുകൾ അവസാനിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും നിരപരാധികളെ ബോംബ് വെച്ചും ഒക്കെ കൊന്നൊടുക്കുന്ന ഈ ഒരു തീവ്രവാദികളുടെ രീതികൾ നമ്മുടെ നാട്ടിൽ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ആദ്യം ശിക്ഷിക്കപ്പെടേണ്ടത് കൊശമറ്റം ഫൈനാൻസ് പോലെയുള്ള ഇത്തരം ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളാണ്. കാരണം തീവ്രവാദികൾക്ക് പണമുണ്ടെങ്കിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്ക് ഇവരൊക്കെ മുതിരുന്നത്. അതിനുള്ള വഴി തെളിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വാർത്തയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി നിർത്തുന്നു.